ഹലോ ഗൈസ്, അനുവെൻഡർ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വൺ പീസിൻ്റെ ചാപ്റ്റർ 1145 മലയാളം എക്സ്പ്ലനേഷനാണ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാവരും സ്കിപ്പ് അടിക്കാതെ ദയവായിട്ട് ഫുള്ള് കേൾക്കുക. നമ്മൾ ഈ ചാനലിൽ മെയിനായിട്ട് ചെയ്യുന്നത് വൺ പീസിൻ്റെ അതേപോലെ തന്നെ വാഗബോണ്ടിൻ്റെയും മാങ്ക എക്സ്പ്ലനേഷനാണ്. അപ്പോൾ ഇതിൽ വാഗബോണ്ടിൻ്റെ വീഡിയോ നമ്മളൊന്ന് താൽക്കാലികമായിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ്. കാര്യം എന്താണെന്ന് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 500 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ഒരു ടാർഗറ്റ് എത്തിയ ശേഷം വാഗബോണ്ടിന്റെ വോളിയം 2 മലയാളം എക്സ്പ്ലനേഷൻ ആരംഭിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇല്ലാത്ത സമയം ഉണ്ടാക്കിയാണ് ഗൈസ് നമ്മൾ ഈ വീഡിയോസ് എല്ലാം ചെയ്യുന്നത്. അതും മാത്രമല്ല, മറ്റുള്ളവരെ പോലെ 4 മിനിറ്റിലോ 5 മിനിറ്റിലോ പെട്ടെന്ന് വീഡിയോ പറഞ്ഞു നിർത്താതെ അത്യാവശ്യം ലെങ്തി വീഡിയോയിൽ ഓരോ പാനലും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെയാണ് നമ്മൾ ഓരോ വീഡിയോയും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു വലിയ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇപ്പോൾ ഈ വാഗബോണ്ട് വൺ പീസ് ഒക്കെ ചെയ്യുന്നത് പോലെ നാളെ വേറെയും ഒരുപാട് മാങ്ക ആനിമെ കണ്ടന്റ്സ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ ലഭിക്കും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നമ്മുടെ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് റീച്ച് ആക്കുക. പിന്നെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. മാങ്ക ആനിമെ സജഷൻസ് ഒക്കെ നിങ്ങൾക്ക് തരാവുന്നതാണ്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ഇനി ഒരുപാട് ലെങ്തി ആക്കുന്നില്ല, നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോകാം. വലിയൊരു ബ്രേക്കിന് ശേഷം ഈ 6-ാം തീയതി തിരിച്ചു വരുന്ന വൺ പീസ് ആനിമെ ഇങ്ങനെ TV-യിൽ കണ്ട് ആസ്വദിക്കുന്ന സ്ട്രോ ഹാറ്റ് ക്രൂവിന്റെ ചിത്രമുള്ള ഒരു ഗംഭീര കവർ പേജ് ആണ് ആദ്യം. ഇപ്പോൾ അണ്ടർവേൾഡിലെ ഫോറസ്റ്റിലാണെങ്കിൽ ആ ലോക്കിക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള മീറ്റിന് വേണ്ടിയുള്ള ഹണ്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗോൾഡ്ബർഗ് ഒരു വലിയ ഡിനോസറിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്ന നമുക്ക് കാണാം. അപ്പോൾ അത് നമുക്ക് നേരെ വരികയാണ്. നാഷ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഷീൽഡ് ഗോൾഡ്ബർഗ് ഇങ്ങനെ നേരെ പിടിക്കുന്നുണ്ട്. അപ്പോൾ ആ ഷീൽഡിന്റെ പേരാണ് നാഷ്. ഉടനെ നാഷ് പറയുന്നുണ്ട്, നിക്ക് ഞാൻ തയ്യാറാവട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ദിനോസർ ഇവരുടെ നേരെ വരികയാണ്. ഗോൾഡ്ബർഗ് ആ ഷീൽഡ് വെച്ചിട്ട് അതിനെ എന്തായാലും തടയുന്നുണ്ട്. ഇനി ഉടനെ തന്നെ സാഞ്ചിയുടെ സോറോയുടെ ഒരു കമ്പൈൻഡ് അറ്റാക്ക് ആണ്. സോറോ ആണെങ്കിൽ സാഞ്ചിയുടെ കാലിൽ പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. സാഞ്ചി സോറോയെ ആ ദിനോസറിനെ നേരെ ഷൂട്ട് ചെയ്യാൻ പോവാണ്. ആർമി ഡെലയർ പവർ ഷൂട്ട്. സോറോ ആണെങ്കിൽ നിമിഷ നേരം കൊണ്ട് പറന്ന് ചെന്ന ദിനോസറിനെ വെട്ടി 2 തുണ്ടമാക്കുന്നുണ്ട്. ഇപ്പോൾ സാഞ്ചി പറയുന്നുണ്ട്, നമുക്ക് എന്തായാലും കുക്ക് ചെയ്യാനുള്ള മീറ്റ് കിട്ടിയിട്ടുണ്ട്, ഇത്രയും ജയൻസിന് തന്നെ അധികമാണെന്ന്. ഇപ്പോൾ ഗോൾഡ്ബർഗ് പറയുന്നുണ്ട്, ഇത് ദിനോസർ വിഭാഗത്തിൽപ്പെട്ട ഗ്രോഗിസോറസ് ആണ്. ഇതിന്റെ ഇറച്ചിക്കൊക്കെ ഭയങ്കര രുചിയാണ്, പക്ഷേ ഇതിന്റെ ശരീരത്തിൽ കൊഴുപ്പ് ഒരുപാടുണ്ട്, അതാണ് ഒരു പ്രശ്നം. പക്ഷേ കുറച്ച് മദ്യം ഒഴിച്ച് ഇത് കുക്ക് ചെയ്യാമെങ്കിൽ പക്കയായിരിക്കും എന്ന് പറയുന്നു. പക്ഷേ നമ്മുടെ പക്കൽ ഇപ്പോൾ ഇവിടെ മദ്യം ഇല്ലല്ലോ എന്ന് സാഞ്ചി പറയുന്നുണ്ട്. അപ്പോൾ ഗോൾഡ്ബർഗ് പറയുന്നുണ്ട്, അത് സീനില്ല, ഇവിടെ അടുത്തൊരു ഹണ്ടേഴ്സിന്റെ ക്യാബിൻ ഉണ്ട്, അവിടെ പാചകത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ടൂൾസ് റെഡിയാണെന്ന്. അപ്പോൾ ഈ ഇറച്ചി പാചകം ചെയ്യുമ്പോൾ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സുഗന്ധവ്യഞ്ജനങ്ങളും കൂടെ നമുക്ക് ഇവിടുന്ന് പറിച്ചുകൊണ്ട് പോകാമെന്ന് ഗോൾഡ്ബർഗ് പറയുന്നുണ്ട്. സോറോ ആണെങ്കിൽ ഗോൾഡ്ബർഗിനോട് ചോദിക്കുന്നുണ്ട്, തൻ്റെ ഈ ഷീൽഡ് എങ്ങനെയാണ് സംസാരിക്കുന്നത്, ഇതെന്താ വല്ല ഡെവിൾ ഫ്രൂട്ടിൻ്റെയും കളിയാണോ എന്ന്. അപ്പോൾ ഗോൾഡ്ബർഗ് പറയുന്നുണ്ട്, പണ്ട് ബിഗ് മോം കുട്ടിക്കാലത്ത് വയലന്റ് ആയിട്ട് ഈ എൽബാഫ് ഫുള്ള് പ്രശ്നം ഉണ്ടാക്കിയ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ഈ ഗോൾഡ്ബർഗിന്റെ അച്ഛൻ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ ഷീൽഡിനുള്ളിലേക്ക് ഒരു ആത്മാവ് കയറിയിട്ട് ഇതിന് ജീവൻ വെച്ചത്. അതായത് ആ മദർ കാർമലിന്റെ സോൾ ഫ്രൂട്ടിന്റെ പവർ. അപ്പൊ ഇവരാ ദിനോസറിനെ ചുമന്നുകൊണ്ട് ലോക്കി കിടക്കുന്നിടത്തേക്ക് പോവാണ്. ഇപ്പൊ സോറോ ചോദിക്കുന്നുണ്ടോ, ഈ ഷീൽഡ് അപ്പോ നമ്മുടെ സിയൂസിനെ പോലെയാണല്ലേ എന്ന്. അപ്പൊ ഇത് കേട്ടിട്ട് ഞെട്ടിയ നാഷ് ഇവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സിയൂസാനെ അറിയാവോ എന്ന്. ഈ സിയൂസ് എന്ന് പറയുന്നത് ഇവരുടെ ഹോമീസിന്റെ, അതായത് ഇങ്ങനെ സോള് ട്രാൻസ്ഫർ ആയത് കാരണം ജീവൻ വെക്കുന്ന സാധനങ്ങൾക്ക് പറയുന്ന പേരാണ് ഹോമീസ്. അപ്പൊ ഈ ഹോമീസിന്റെ ടോപ്പ് കമാൻഡർ ആണ് ഈ സിയൂസ് എന്ന് നാഷ് ഇവരോട് പറയുന്നുണ്ട്. നിങ്ങളുടെ കമാൻഡർ ഇപ്പൊ ഞങ്ങളുടെ നാവിഗേറ്ററിന്റെ അടിമയാണെന്ന് ഇവർ നാഷിനോട് പറയുന്നു. ഇത് കേട്ടിട്ട് അവൻ ഞെട്ടുന്നുണ്ട്. ഇപ്പൊ ലോക്കി കിടക്കുന്ന സ്ഥലം നമ്മളെ കാണിക്കുകയാണ്. ലോക്കി അവരോട് പറയുകയാണ് ഗോഡ്സ് നൈറ്റ് ഇവിടെ വന്ന കാര്യമൊക്കെ. വേൾഡ് ഗവൺമെന്റിൽ നിന്നുള്ള ആൾക്കാരോ, അപ്പൊ അവരാണോ നിന്നോട് ഇതൊക്കെ ചെയ്തതെന്ന് ഹാജറുദ്ദീൻ ചോദിക്കുന്നു. അതേന്ന് ലോക്കി പറയുന്നുണ്ട്. നീ പണ്ട് എൽബാഫിന്ന് ചാടി പോയപ്പോ അവരുമായിട്ട് ചെന്ന് വല്ല പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നോ എന്ന് ഹാജറുദ്ദീൻ ചോദിക്കുന്നുണ്ട്. ഒന്ന് പോയടാ അവിടുന്ന്, ഓമാരെ പോലുള്ളവന്മാരുമായിട്ടൊക്കെ ഞാനൊന്ന് മുട്ടാൻ പോയിരുന്നെങ്കിൽ ഞാനിപ്പോ ഈ ലോകത്തിന്റെ തന്നെ രാജാവായിട്ടിരുന്നേനെ എന്ന് ലോക്കി പറയുന്നു. വേൾഡ് ഗവൺമെന്റിന്റെ വാരിയേഴ്സോ എന്നൊക്കെ ചിന്തിച്ച് നമ്മുടെ ലൂഫി എവിടെയെങ്കിലും ഇരിപ്പുണ്ട്. ഇപ്പൊ ഹേന്നൊരു വിളി കേൾക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ആ ദിനോസറിനെ പൊക്കിക്കൊണ്ട് നമ്മുടെ ഗോൾഡ്ബർഗും സാഞ്ചിയും സോറോയും കൂടെ വരികയാണ്. എന്റെ അമ്മ, ഇതിനെന്താ വലിപ്പം നമ്മുടെ ലൂഫി ചോദിക്കുന്നുണ്ട്. ഇത് ഗ്രോഗിസോറസ് ആണല്ലേ, ഇതിന്റെ ഇറച്ചിക്ക് എന്തായാലും നല്ല പോഷക ഗുണമൊക്കെ ഉണ്ടെന്ന് ഇവർ പറയുന്നുണ്ട്. അതിനെ വെട്ടിയിട്ടത് ഞാനാണെന്ന് സോറോ പറയുന്നുണ്ട്. അത് നീയായിരുന്നു, ഞാൻ കരുതിയ ഒരു ബ്രോക്കോളി ആകാശത്തൂടെ പറന്നു പോവായിരിക്കുമെന്നാ എന്ന് പറഞ്ഞ് സാഞ്ചി നൈസായിട്ട് സോറോയെ നോക്കി വിടുന്നുണ്ട്. ഇപ്പൊ ആരെങ്കിലും കുറച്ച് വിറകൊന്ന് വെട്ടിക്കൊണ്ട് വരാമോ എന്ന് ഗോൾഡ്ബർഗ് ചോദിക്കുന്നുണ്ട്. നമ്മുടെ സ്റ്റാൻസനാണെങ്കിൽ അപ്പൊ തന്നെ ഇന്നാ പിടിച്ചോന്നും പറഞ്ഞിട്ട് ഒരു മരവും പിഴുതെടുത്തോണ്ട് ഇങ്ങ് വരികയാണ്. ഇപ്പൊ താഴെ നോക്കിയാൽ സാഞ്ചി സോറോയും അടി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ എന്തായാലും കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് മീറ്റ് റെഡി ആയിട്ടുണ്ട്. ലോക്കിക്ക് വെച്ചാണെന്ന് പോലും ചിന്തിക്കാതെ നമ്മുടെ ലൂഫി അതിൽ കൈയിടാൻ പോയിട്ടുണ്ട്. ആയിരിക്കുന്ന പീസ് നിനക്കുള്ള അല്ലടാ എന്നൊക്കെ അവർ ലൂഫിയോട് വിളിച്ച് പറയുന്നത് നമുക്ക് കേൾക്കാം.
അപ്പോൾ ലൂഫിയും പറയുന്നുണ്ട് ശരിയാ ലോക്കിക്ക് വേണ്ടിയുള്ളതല്ലേ ഇന്നാ ലോക്കി കഴിക്കുകയെന്ന് പറഞ്ഞിട്ട് ഒരു വലിയ പീസ് എടുത്ത് ലോക്കിയുടെ അണ്ണാക്കിലേക്ക് കുത്തി കയറ്റുന്നുണ്ട്. ചൂടോട്ടിരിക്കുന്ന ഇറച്ചിയാണോടാ നാറി എടുത്ത് വായിലേക്ക് കുത്തി കയറ്റുന്നതെന്ന് ചോദിച്ച് ലോക്കി അവിടെ കിടന്ന് അലറുകയാണ്. ഇപ്പൊ ഗേഡ് വിളിച്ച് ലൂഫിയോട് പറയുന്നുണ്ട് ലൂഫി സൂക്ഷിച്ചു വേണം, അവന്റെ ആ മുറിവ് ഓപ്പൺ ആവാൻ സാധ്യതയുണ്ടെന്ന്. നീ എന്താണ് എന്നെ കൊല്ലാൻ നോക്കുകയാണോ എന്ന് ലൂഫിയോട് ലോക്കി ചോദിക്കുന്നുണ്ട്. എന്തായാലും നീ മുമ്പത്തേനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയില്ലേ, അതുമല്ല നല്ലപോലെ ഫുഡ് കഴിക്കണം, ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഈ ദേഹത്തെ മുറിവൊന്നും പെട്ടെന്ന് ഉണങ്ങാൻ പോകുന്നില്ല എന്നൊക്കെ നമ്മുടെ ലൂഫി പറയുന്നുണ്ട്. അപ്പൊ ഇത് കേട്ടിട്ട് ലോക്കി ഫുഡൊക്കെ നല്ലപോലെ കഴിക്കുന്നുണ്ട്. ഇപ്പൊ ലോക്കി ഇവരോട് പറയുന്നുണ്ട് ഇങ്ങനെ കിടന്നുകൊണ്ട് കഴിക്കുന്നത് ഭയങ്കര പാടാ, എന്നെ ഒന്ന് നേരെ പിടിച്ചിരുത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചുമക്കുന്നുണ്ട്. സംസാരിക്കാറായപ്പോ അവന്റെ ഡിമാൻഡ് തുടങ്ങി എന്ന് അവര് പറയുന്നുണ്ട്. അപ്പൊ ലോക്കി ഇങ്ങനെ പതുക്കെ ആ തടിയിൽ ചാരി ഇങ്ങനെ എഴുന്നേറ്റിരിക്കുകയാണിപ്പോ. എന്നിട്ട് ആ ഫുഡ് തലമണ്ടേ കയറിയിട്ട് ആള് ചെറുതായിട്ട് ചുമക്കുന്നുണ്ട്. അപ്പൊ ഇത് കേട്ടപ്പോഴേ ലൂഫി ആണെങ്കിലേ ചുമയോ, നിനക്ക് ഞാൻ കുടിക്കാൻ കുറച്ച് സൂപ്പ് എടുത്തോണ്ട് വരാം നിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് ഓടുന്നുണ്ട്. എജ്ജാതി കെയറിങ് ആണ് നമ്മുടെ ലൂഫി. ഇപ്പൊ നോക്കിയ ഒരു വലിയ മഗ്ഗില് തിളച്ചോണ്ടിരിക്കുന്ന സൂപ്പ് എടുത്തോണ്ടാണ് ലൂഫി ഓടി വരുന്നത്. ഇപ്പൊ ലോക്കി ഇത് കണ്ടിട്ട് ഞെട്ടുന്നുണ്ട്. അതിൽ നിന്ന് ഇപ്പോഴും ആവി പറക്കുന്നുണ്ട്. എന്റെ അടുത്തൊന്ന് മാറ്റി പിടിയടാന്ന് വിളിച്ചു പറയാണ്. ഇപ്പൊ ആ സൂപ്പ് അതേപോലെ ലോക്കിയുടെ ദേഹത്ത് തട്ടിമറിച്ചിട്ടുണ്ട്. ഗേഡാണെങ്കിൽ പറയുന്നുണ്ട് ഇപ്പൊ ഒരു പൊള്ളലും കൂടെ ആയി എന്ന്. ലോക്കി ആണെങ്കിൽ പറയുന്നു ഈ പണ്ടാരക്കാലിനെ എവിടോട്ടെങ്കിലും ദൂരേക്കൊന്ന് വിളിച്ചോണ്ട് പോടാന്ന്. ലൂഫി ആണെങ്കിൽ ലോക്കിയോട് സോറി പറയുന്നുണ്ട്. ഇപ്പൊ ആ ലൂഫി സൂപ്പ് കൊണ്ട് മറിച്ചത് എന്തായാലും നല്ലൊരു പണിയായി പോയി എന്നുള്ള രീതിയിൽ നമ്മുടെ ഗേഡ് ലൂഫിക്ക് ഒരു തംസപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് കണ്ടിട്ട് സാഞ്ചി ആണെങ്കിൽ ആകെ ഞെട്ടുന്നുണ്ട്. ഈ ജയൻസ് എല്ലാം ഇത്രമാത്രം വെറുക്കാൻ വേണ്ടിയിട്ട് ഈ ലോക്കി എന്താണ് ചെയ്തിട്ടുണ്ടാവുക എന്ന് സാഞ്ചി ഇങ്ങനെ ചോദിക്കുന്നു. സോറോ ആണെങ്കിൽ ലോക്കിയോട് ചോദിക്കുന്നുണ്ട് നീ ലൂഫിക്ക് കൊടുത്ത പ്രോമിസ് ഒക്കെ പച്ച കള്ളമായിരുന്നു എന്ന്. അപ്പൊ ലോക്കി പറയുന്നുണ്ട് ഷാങ്സ് എവിടെ ഉണ്ടെന്ന് പറയാമെന്ന് പറഞ്ഞ കാര്യമല്ലേ, അതെനിക്ക് അറിയാവുന്ന കാര്യം തന്നെ, അല്ല കള്ളമൊന്നും അല്ല എന്ന്. ആണോ, എന്നാ എവിടെ ഉണ്ടെന്ന് പറ കേക്കട്ടെ എന്ന് ഇവരും പറയുന്നു. അപ്പൊ ലോക്കി പറയുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ പ്രോമിസ് മുഴുവനായിട്ട് പാലിച്ചില്ലല്ലോ, എന്റെ ചങ്ങല മുഴുവൻ നിങ്ങൾ അഴിച്ചില്ലല്ലോ. എന്നിട്ട് ലോക്കി ലൂഫിയോട് പറയുന്നുണ്ട് നിനക്ക് റെഡ് ഹെയ്ഡിനെ കാണുമെന്ന് അത്രയ്ക്ക് ആഗ്രഹം അല്ലേ, എനിക്ക് ആ ഫീലിംഗ് മനസ്സിലാവും, ഒരു പൈറൈറ്റിനെ കുട്ടിക്കാലം തൊട്ടേ റോൾ മോഡലായിട്ട് കൊണ്ടു നടക്കുക എന്നൊക്കെ പറയുന്നത്. നിന്റെ സംസാരം കേട്ടാൽ നിന്റെ ജീവിതത്തിൽ അങ്ങനെ ആരും ഉണ്ടായിരുന്നെന്ന് തോന്നുമല്ലോ എന്ന് ലൂഫി പറയുന്നുണ്ട്. അതെ, എന്റെ ജീവിതത്തിലും അങ്ങനെ ഒരാളുണ്ടായിരുന്നു, ശരിക്കും ആ സമയത്ത് ഞാനൊരു പീറ ചെറുക്കനായിരുന്നല്ലോ എന്നോർത്ത് എനിക്ക് ഇപ്പോഴും വിഷമമുണ്ടെന്ന് ലോക്കി പറയുന്നു. ഇപ്പൊ കാണിക്കുന്ന ഫ്ലാഷ് ബാക്കിൽ ചൈൽഡ് ലോക്കി ഒരു പൈറൈറ്റിനോട് പറയുന്നുണ്ട് എന്നെ നിങ്ങളുടെ ക്രൂവിലെടുക്കാൻ. ഇപ്പൊ ആ പൈറൈറ്റിന്റെ ഒരു സിൽവേറ്റേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ, പക്ഷെ അത് കാണുമ്പോഴേ നമുക്കറിയാം അത് റോക്സ് ഡി സെബക് ആണ്. അപ്പൊ ഇങ്ങനെ ലോക്കിയോട് പറയുന്നുണ്ട് ഞാൻ ഇവിടം വരെ വന്നത് നിന്നെ പോലെ മൂക്കളെ ഒലിപ്പിച്ച് നടക്കുന്ന ഒരു പീക്കിരി ചെറുക്കനെ കാണാൻ വേണ്ടിയിട്ടല്ല, എന്നെ കൊണ്ട് വീണ്ടും ഇനി ഇത് പറയിപ്പിക്കാതെ മര്യാദയ്ക്ക് ഇവിടുന്ന് പോവാൻ. ലോക്കിയുടെ യൂണിവേഴ്സിലെ ഷാങ്സ് ആയിരുന്നു ഗൈസ് സെബക്ക്, പക്ഷെ ലൂഫിക്ക് കിട്ടിയ പോലെ നല്ല ട്രീറ്റ്മെന്റ് ഒന്നും നമ്മുടെ ലോക്കിക്ക് കിട്ടിയില്ല. അപ്പൊ ഈ ലോക്കി സെബക്കിനോട് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എന്നോട് ഫൈറ്റ് ചെയ്യാൻ. അപ്പൊ ഇത് കേട്ടിട്ട് സെബക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇപ്പൊ അടുത്ത പാനലിൽ നോക്കിക്കഴിഞ്ഞാൽ ലോക്കി ആ ഫൈറ്റിന് ശേഷം ദേഹം മൊത്തം മുറിവുകളായിട്ട് ഇങ്ങനെ താഴെ കിടക്കുകയാണ്. അവന്റെ ദേഹത്താണെങ്കിൽ സെബക്ക് ഒരു വാളും കുത്തി കയറ്റിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ വൈറ്റ് ബിയേർഡ് സെബക്കിന്റെ കൂടെ ഉണ്ട്. അപ്പൊ പുള്ളി ചോദിക്കുന്നുണ്ട് നീ എന്തിനാടാ കൊച്ചി ഇറക്കന്റെ നേരെ വാളെടുത്ത് ഉപയോഗിച്ചതെന്ന്, നീ നിന്റെ വായടക്കി ന്യൂ ഗേറ്റ് എന്ന് സെബക്ക് പറയുന്നുണ്ട്. അങ്ങനെ ആ ഫ്ലാഷ് ബാക്ക് ഇവിടെ കഴിയുകയാണ്. ഇപ്പൊ പ്രസന്റിൽ നോക്കി കഴിഞ്ഞാൽ ഞാൻ ശരിക്കും അവരുടെ കാലഘട്ടത്തിൽ ജനിക്കേണ്ടതായിരുന്നു, ഈ കാലഘട്ടത്തിൽ ജനിക്കേണ്ടവനെ അല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ലോക്കി ആകെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ഇപ്പൊ ആ മോൺസ്റ്റേഴ്സിനോട് ഫൈറ്റ് ചെയ്യുന്ന ജയൻസിനെ കാണിക്കുകയാണ്. ഡോറി പറയുന്നുണ്ട് ഈ ഡ്രൗഗറിനെ കണ്ടിട്ട് സോംബീസിന്റെ ഒരു ആർമി പോലെ ഉണ്ടെന്ന്. അപ്പൊ ബ്രോഗി പറയുന്നുണ്ട് മുഴുവൻ പ്രേതങ്ങളാണ്, സത്യം പറഞ്ഞു ഏതോ കൊച്ചു പിള്ളേരുടെ പ്രേതകഥയ്ക്കകത്ത് പെട്ടുപോയ ഫീൽ എന്ന്. ഇപ്പൊ നെക്സ്റ്റ് വാനിൽ നോക്കി ഇവരുടെ ആ കപ്പലിന് ചുറ്റും മോൺസ്റ്റേഴ്സ് ആണ്. അപ്പൊ എല്ലാത്തിനെയും വെട്ടി ദൂരെ എറിയാനൊക്കെ ഇവര് പറയുന്നുണ്ട്. നോക്കിക്ക് ആ ചുറ്റിയും കൊണ്ട് വരുന്നത് ലോക്കിയുടെ കൂട്ടുള്ള ഒരു മോൺസ്റ്റർ ആണല്ലോ എന്നൊക്കെ ഇവര് പറയുന്നു. അവനെ എനിക്ക് വിട്ടേക്കെന്നും പറഞ്ഞാൽ ലോക്കിയെ പോലുള്ള മോൺസ്റ്ററിന്റെ നേരെ നമ്മുടെ ഗബാൻ ആ കോടാലിയും കറക്കിക്കൊണ്ട് ചെല്ലുന്നുണ്ട്. ഇപ്പൊ നോക്കിയാൽ ഒറ്റ വെട്ടിന് രണ്ടായിട്ട് കീറിയിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ ആ കുട്ടികളുടെ ഇമാജിനേഷനിൽ നിന്ന് വന്ന മോൺസ്റ്റേഴ്സ് ആയത് നന്നായി എന്ന് ഗബാൻ പറയുന്നുണ്ട്. കാര്യം ഇതൊന്നും അത്ര പവർഫുൾ ആയിട്ടുള്ള മോൺസ്റ്റേഴ്സ് അല്ല. അപ്പൊ ഈ കുട്ടികൾ ശരിക്കുള്ള മോൺസ്റ്റേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അവരുടെ ഇമാജിനേഷനിൽ നിന്ന് വരുന്ന മോൺസ്റ്റേഴ്സിനും അത്ര സ്ട്രെങ്ത് ഉണ്ടാവുമായിരുന്നു അല്ലേ എന്ന് ഒരു ജയന്റ് ചോദിക്കുന്നുണ്ട്. അവർ ഒറിജിനൽ മോൺസ്റ്റേഴ്സിനെ കാണാത്തത് എന്തുകൊണ്ട് നമുക്ക് ഗുണമായി എന്ന് പറഞ്ഞുകൊണ്ട് ഗബാൻ ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ഗബാൻ പറയുന്നുണ്ട് ഇവിടെ ഒരു 3 പേര് മറഞ്ഞിരിക്കുന്നുണ്ടെന്ന്. അതായത് ഗോഡ്സ് നൈറ്റിന്റെ കാര്യമാണ്. അവരുടെ ആ വോയിസ് ഗബാൻ സെൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അവർ ഓറസ്റ്റ് കൊട്ടാരത്തിൽ വന്നപ്പോഴേ ഗബാൻ ആ ഒരു പ്രസൻസ് ഫീൽ ചെയ്തിരുന്നല്ലോ. ഈ എൽബാഫ് പോലും സേഫ് അല്ല എന്നുള്ളൊരു അവസ്ഥയാണെങ്കിൽ ഈ ലോകം അതിന്റെ അവസാനത്തിലേക്ക് എത്തി എന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്ന് ഗബാൻ പറയുന്നുണ്ട്. ഈ 3-ാം ലോകത്തിലെ ഒരു ഫൈനൽ വാറിന്റെ ഹിന്റ് അല്ലേ ഗൈസ് ആ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നോക്കിയാൽ ആ ഫയർ ഫൈറ്റിംഗ് യൂണിറ്റ് ആ മരക്കൊമ്പിലെ തീ അണയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സീ ക്ലൗഡ് വാട്ടർ ഹോസിൽ കൂടെ ആ തീക്ക് നേരെ പമ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവർക്ക് അണയ്ക്കാനാവുന്നതിലും കൂടുതൽ തീ അവിടെ ആകെ പടർന്നു പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ സോൾ ആണെങ്കിൽ അവരോട് വന്നതിനും താങ്ക്സ് പറയുന്നുണ്ട്. പെട്ടെന്ന് ആ തീ അണയ്ക്കണേന്നും വിളിച്ചു പറയും.
പറയുന്നു. ഇപ്പൊ ആ ഫെൻഡറിനെ സോൾ ഇവിടെ അടിച്ച് നിലംപരിശാക്കിയിട്ടേക്കുന്ന നമുക്ക് കാണാം. കുട്ടികൾ തീയുടെ അടുത്തേക്ക് നടന്നു പൊക്കോണ്ടിരിക്കുകയാണെന്ന് പെട്ടെന്നാവട്ടെ എന്ന് സോൾ ഇവരോട് വിളിച്ചു പറയുന്നു. അപ്പൊ ഈ ജയൻസും പറയുന്നുണ്ട് ഞങ്ങൾ മാക്സിമം പ്രഷറിലാണ് ഈ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പൊ തന്നെ വാൽവ് പൊട്ടാറായ അവസ്ഥയാണെന്ന്. അപ്പൊ ഈ കുട്ടികളാണെങ്കിൽ തീക്ക് നേരെ ഇങ്ങനെ നടക്കുകയാണ്. സോള് വീണ്ടും വീണ്ടും വിളിച്ചു പറയാണ് നിങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങൾ ആ തീ അണയ്ക്ക്, പെട്ടെന്നാവട്ടെ എന്നൊക്കെ. ഇപ്പൊ ഗോഡ് നൈറ്റ്സ് ഇതൊക്കെ കണ്ടിങ്ങനെ രസിച്ച് നിൽക്കുന്ന കാണാം. സോമേഴ്സ് പറയുന്നുണ്ട് നോക്കിക്കേ ഗുങ്കു, ആ കുട്ടികൾ ഇപ്പൊ തീയിൽ വെന്ത് ചാവും. നിനക്ക് എന്ത് തോന്നുന്നു, ദേഹത്ത് തീ പിടിക്കുമ്പോൾ അവർ ഈ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുമായിരിക്കുമോ? ഇപ്പൊ ഗുങ്കോ പറയുന്നുണ്ട് ദേഹത്ത് ചൂട് തട്ടുമ്പോൾ അവർ എഴുന്നേക്കും, എന്നിട്ട് ആ വേദന നിറഞ്ഞ മുഖവുമായിട്ട് അച്ഛനെയും അമ്മയും ഒക്കെ വിളിച്ച് കരയും. അവസാനം ആ തീ അവരെ മുഴുവനായും വിഴുങ്ങി എല്ലും പൊടിയും മാത്രം ബാക്കിയാവും. ഓ, അതെന്തൊരു ടച്ചിങ് ആയിട്ടുള്ളൊരു സീനായിരിക്കും അല്ലേ എന്ന് സോമേഴ്സ് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു സീ ക്ലൗഡിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നമ്മുടെ ജിംബെ വരുന്നുണ്ട്. ഫയർ ഫൈറ്റിംഗ് ടീം ആണെങ്കിൽ തീ അണയ്ക്കാൻ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം പ്രഷറിലാണ്, എന്നിട്ടും ഒന്നും പറ്റുന്നില്ല. സോളാണെങ്കിൽ ഇനി നോക്കിയിരുന്നിട്ട് കാര്യമില്ല എന്ന് കണ്ട് കുട്ടികളെ തടയാൻ വേണ്ടി തീയുടെ നേരെ പോവാണ്. സോമേഴ്സ് ഒക്കെ ആണെങ്കിൽ പിള്ളേര് വെന്ത് തീരുന്ന കാണാൻ ഇങ്ങനെ വായും പൊളിച്ച് നോക്കി നിൽക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ജിംബെ ആണെങ്കിൽ ആ സീ ക്ലൗഡിൽ കറങ്ങി വന്നിട്ട് മാക്സിമം പ്രഷറിൽ അതിൽ നിന്ന് വെള്ളം ചുഴറ്റി ആ തീയിലേക്ക് അടിക്കുന്നുണ്ട്. ഇപ്പോൺ സ്യോയ്, അതായത് ഷോൾഡർ ത്രോ എന്നാണ് ആ മൂവ്മെന്റിന് ഇവിടെ പേര് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും ആ തീ അണഞ്ഞിട്ടുണ്ട്. എന്തായാലും അത് കഴിഞ്ഞു, ഞാൻ വൈകിയൊന്നും ഇല്ലല്ലോ എന്ന് ജിംബെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ആ സീ ക്ലൗഡിൽ നിന്ന് ജിംബെ നേരെ നമ്മുടെ കോളോണിന്റെ ബോട്ടിലേക്ക് തിരിച്ച് ചാടി കയറുന്നുണ്ട്. അപ്പൊ നമ്മുടെ നാമിയും ഉസോപ്പും ബ്രൂക്കും ഒക്കെ ജിംബയുടെ വർക്ക് കിടിലമായിരുന്നു, പൊളിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ 8ാമത്തെ ബ്രാഞ്ചിലെ റെസ്ക്യൂ മിഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ കോളോൺ പൈറേറ്റ്സ് നേരെ പോവാണ് ഗൈസ്. ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചതെന്നുള്ള രീതിയിൽ എല്ലാവരും ആകെ ഞെട്ടലിലും സന്തോഷത്തിലും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. 2ാം ഫോറസ്റ്റ് ഡിസ്ട്രിക്റ്റിലെ 8ാം മരക്കൊമ്പിലെ തീ വിജയകരമായിട്ട് അണച്ചിരിക്കുകയാണ്. കുട്ടികൾ സേഫ് ആണ്, അവർ തീയിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷെ അവർ ആ ഉറക്കത്തിൽ നടക്കുന്നത് ഇപ്പോഴും നിർത്തിയിട്ടില്ല. ഇപ്പൊ ഡോറിയുടെയും ബ്രോഗിയുടെയും ഒക്കെ ടീം ഈ മെസ്സേജ് കേട്ടിട്ട് പറയുന്നുണ്ട് നിങ്ങളിൽ ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഗൈസ്, അതാണ് നമ്മുടെ ഫയർ ഫൈറ്റിംഗ് ടീം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ആകെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നുണ്ട്. ഗബാന്റെ അവരുടെ സൈസ് ഡിഫറൻസ് കണ്ടോ ഗൈസ്. ഇപ്പൊ ഈ ഫയർ ഫൈറ്റിംഗ് ടീമിനോട് എല്ലാവരും പറയുന്നുണ്ട് നിങ്ങൾ ഈ എൽബാഫിനെ സംരക്ഷിച്ച ദൈവങ്ങളാണെന്നൊക്കെ. അപ്പൊ അവരും പറയുന്നുണ്ട് ഇത് ഫുള്ള് ക്രെഡിറ്റ് ഞങ്ങൾക്കല്ല, പിന്നെ എല്ലാവരും സേഫ് ആണല്ലോ, അതെ അത് മതി എന്നൊക്കെ പറയുന്നു. ഇപ്പൊ ജിംബെ മിന്നൽ വേഗത്തിൽ വന്നു പോയതുകൊണ്ട് ആർക്കും കാര്യമായിട്ടൊന്നും മനസ്സിലായിട്ടില്ല. പക്ഷെ നമ്മുടെ റോബിനും ജോപ്പറിനും ജിംബെ അടുത്ത് തന്നെ ഉണ്ടെന്ന് മനസ്സിലായി. ഇപ്പൊ നമ്മുടെ കോളോൺ ആണെങ്കിൽ അവന്റെ ഫ്രണ്ട്സിനെ എല്ലാം രക്ഷിച്ചതിന് ജിംബയോട് ഒരുപാട് നന്ദി പറയുന്നുണ്ട്. അവൻ പറയാണ് സ്കൂളിൽ ആർക്കും എന്നെ ഇഷ്ടമല്ല എന്ന് എനിക്കറിയാം, പക്ഷെ അവരെല്ലാവരും എന്റെ കൂട്ടുകാർ തന്നെയാണെന്ന്. നാമി ഇത് കേട്ടിട്ട് പറയുന്നുണ്ട് നീ ശരിക്കും നല്ലൊരു കുട്ടിയാണ് കോളോൺ, നമുക്ക് നിന്റെ കൂട്ടുകാരെ എല്ലാവരെയും രക്ഷിക്കാമെന്ന്. ഇപ്പൊ നോക്കിയാൽ ഗുങ്കോ ആണെങ്കിൽ ആരോയിൽ കയറിയിട്ട് കോളോണിന്റെ ബോട്ടിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു കുട്ടി സ്കൂളിന് പുറത്തുണ്ടായിരുന്നു, ഇവനെ കണ്ടിട്ട് ആള് നല്ല എനർജറ്റിക് ആണെന്ന് തോന്നുന്നല്ലോ എന്ന് ഗുങ്കോ കോളോണിനെ നോക്കി പറയുന്നു. നിങ്ങൾ ആരാന്ന് ചോദിച്ചിട്ട് കോളോൺ അലയ്ക്കുന്നുണ്ട്. ഈ ബോട്ടിനകത്തുള്ള സ്ട്രോ ഹാറ്റ്സ് ആണെങ്കിലും എല്ലാവരും ഇതാരാണെന്ന് ഓർത്തിങ്ങനെ വായും പൊളിച്ച് നോക്കിയിരിക്കുകയാണ്. അപ്പൊ ഗുങ്കോയെ കാണിച്ച് നമ്മുടെ ഈ ചാപ്റ്റർ എൻഡ് ആയിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ആഴ്ച ബ്രേക്കാണ്. അപ്പോൾ ബ്രേക്കിന് ശേഷം വരുന്ന ചാപ്റ്റർ 1146 എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വരുന്ന സമയത്ത് എൻ്റെ ഈ ചാനൽ 500 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തതിനുള്ള നന്ദി എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.